ഒരു ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഒരു റിലാക്സ് സ്റ്റേറ്റിലേക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഗൈഡഡ് ഹിപ്നോസിസ് സ്റ്റെപ്പാണിത്. അതുകൊണ്ട് ഫീൽ ദാറ്റ് റിലാക്സേഷൻ, മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. Close your eyes. Take a deep breath in. Exhale and relax. ഒന്നുകൂടെ ആഴത്തിൽ ശ്വാസം ഒന്നുള്ളിലേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് മെല്ലെ വിട്ടിട്ട് ശരീരം ഒട്ടാകെ റിലാക്സ് ആയിട്ട് വരുന്നതായിട്ട് മനസ്സിൽ കാണുക. ഒന്നുകൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ശാന്തത തന്നെ ഉള്ളിലേക്ക് കൈവരിക്കുന്നതായിട്ടും ശരീരത്തിനുള്ളിലുള്ള എല്ലാ ടെൻഷൻസും എക്സെയിൽ ചെയ്യുമ്പോൾ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക, നോട്ടീസ് ചെയ്യുക. മനസ്സ് വളരെയധികം കാമായിട്ട് ഒരു അവെയർനെസ്സിലേക്ക് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്, ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക്. ആ ഒരു അവെയർനെസ് കൊണ്ട് തലയുടെ നെറുകെ ഭാഗം മൈൻഡിൽ ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു ശരീരഭാഗത്തോട്ട് റിലാക്സ് എന്ന് പറയുക. തലയുടെ നെറുകയിൽ നിന്നും കാലിൻ്റെ പാദം വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും ഇതേപോലെ വളരെ ആഴത്തിലുള്ള ഒരു വിശ്രമാവസ്ഥയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. തലയുടെ നെറുകയിൽ നിന്നും ഈ ഒരു റിലാക്സേഷൻ മെല്ലെ നെറ്റിയിലേക്കും, നെറ്റിയിൽ നിന്നും ഈ ഒരു റിലാക്സേഷൻ പുരികത്തിലേക്കും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫീൽ ഇറ്റ്. പുരികത്തിൽ നിന്നും കണ്ണുകളിലേക്കും ചെവികളിലേക്കും ആയൊരു കാംനെസ് വ്യാപിക്കുന്നതായിട്ടും റിലാക്സേഷൻ വരുന്നതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. കണ്ണിന് ചുറ്റുമുള്ള മസിലുകളും നെർവുകളും എല്ലാം റിലാക്സായി ഒരു ഡീപ്പ് റിലാക്സ് സ്റ്റേറ്റിലേക്ക് വന്നെത്തുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. Relaxing deeper and deeper. ആ ഒരു റിലാക്സേഷൻ മൂക്കിൻ്റെ ഭാഗത്തും കവിളുകളും എല്ലാം റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ആ റിലാക്സേഷൻ ചുണ്ടുകളുടെ ഭാഗത്തേക്ക് വന്ന് താടിയെല്ലും ഒക്കെ വളരെ ആഴത്തിൽ ഒരു റിലാക്സേഷൻ നൽകുകയാണ്. ഫീൽ ഇറ്റ്. തലയുടെ എല്ലാ ഭാഗങ്ങളും റിലാക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ഈ റിലാക്സേഷൻ കഴുത്തിൻ്റെ ഭാഗത്തേക്ക്, കഴുത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും റിലാക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കൈകളിലേക്ക് വ്യാപിക്കുകയാണ്. തോളലിലൂടെ ആ ഒരു റിലാക്സേഷൻ വന്ന് അവിടുന്ന് കൈകളുടെ പത്തി വരെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും റിലാക്സേഷൻ മെല്ലെ പോവുകയാണ്. ഓരോ മസിലുകളും ഓരോ നെർവുകളും റിലാക്സ് ആവുന്നത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവിരലുകളുടെ തുമ്പ് വരെയുള്ള ഭാഗങ്ങൾ വളരെയധികം അവെയറായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഒരു സെൻസേഷൻ പോലും വ്യക്തതയോടെ അറിയാൻ പറ്റുന്നുണ്ട്.
ആ അറിയുന്നത് പോലും ഒരു ഡീപ്പ് റിലാക്സേഷൻ ശരീരത്തിന് നൽകുകയാണ്. ഓരോ തവണ ശ്വാസം എടുത്ത് വിടുമ്പോഴും അത് ലങ്സിലേക്ക് കയറി ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടും വലിയുന്നതായിട്ടും ചുരുങ്ങുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നതും എല്ലാം ഒരു ഡീപ്പ് റിലാക്സേഷൻ നൽകുകയാണ്. ചുറ്റുമുണ്ടാകുന്ന ഓരോ അനക്കങ്ങളും എല്ലാ സൗണ്ടുകളും പിന്നെയും ആഴത്തിൽ വിശ്രമിപ്പിക്കുന്നു. ഈ ഒരു റിലാക്സേഷൻ വയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. അവിടെ ഫുള്ള് റിലാക്സ് ചെയ്തിട്ട് ബാക്ക് പോർഷൻ, നട്ടലിൻ്റെ ഭാഗം, നട്ടൽ തുടങ്ങുന്ന തലയുടെ തൊട്ട് താഴെയുള്ള ആ പോയിന്റിൽ നിന്നും നട്ടൽ എൻഡ് ചെയ്യുന്ന ആ പോയിന്റ് വരെയുള്ള ഓരോ പോയിന്റും അതെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഓരോ പോയിന്റുകളും നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നോട്ടീസ് ചെയ്യുമ്പോൾ ആ ഭാഗത്തിനോടെല്ലാം റിലാക്സ് എന്ന് പറയാൻ സാധിക്കുന്നു. അങ്ങനെ റിലാക്സ് എന്ന് പറയുമ്പോൾ ആ ഓരോ പോയിന്റും വളരെ ആഴത്തിലുള്ള ഒരു റിലാക്സേഷനിലേക്ക് കടന്നു പോവുകയാണ്. ഫീൽ ദാറ്റ് ചേഞ്ച്. അവിടുന്ന് ഈ ഒരു റിലാക്സേഷൻ ഇടുപ്പലിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് കാലുകളിലേക്ക് ഈ ഒരു റിലാക്സേഷൻ വരികയാണ്. കാലിൻ്റെ തുടഭാഗങ്ങൾ, കാൽമുട്ട്, കണങ്കാലുകൾ എല്ലാം വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലാക്സേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാലിൻ്റെ പാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഡീപ്ലി റിലാക്സ്ഡ്, വളരെ ആഴമേറിയൊരു വിശ്രമാവസ്ഥയിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബീച്ചിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിൽ കൊണ്ടുവരിക. ആ ബീച്ച് വളരെ വ്യക്തതയോടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബീച്ചിൽ താങ്കൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്ന് കാണുക. ഒറ്റയ്ക്കാണെങ്കിൽ പോലും വളരെ സേഫായിട്ട് ഉള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ചുറ്റും നോക്കുമ്പോൾ ആ ബീച്ചിൻ്റെ വെള്ള മണൽത്തരികൾ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് ഫ്രണ്ട് കടലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബീച്ചിലേക്ക് കാലെടുത്ത് വയ്ക്കുക. മുന്നോട്ടേക്ക് നടക്കുമ്പോൾ കാലിനടിയിലുണ്ടാവുന്ന ആ ഒരു മാറ്റം, ആ മണൽത്തരികളിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്, ഒന്ന് ശ്വാസം എടുക്കുമ്പോൾ ആ ഒരു കടലിൻ്റെ ഉപ്പ് കാറ്റ്, അതിൻ്റെ ആ ഒരു സ്മെല്ല്, ആ കടൽ കാറ്റ് ശരീരത്തിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിലാക്സേഷൻ, ആ ഒരു ഫീലിംഗ്, അതെല്ലാം നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നു. മുന്നിലേക്ക് നടന്നുപോയി ആ ബീച്ചിൽ വന്നെത്തിയിട്ട് അവിടുത്തെ തിരമാലകളിലേക്ക്, അതിനടുത്തേക്ക് വരുമ്പോൾ വെള്ളം തിരമാലകൾ കരയിലേക്ക് അടിക്കുന്നതായിട്ടും ആ വെള്ളത്തിൽ കാല്
നനയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, അത് എത്രത്തോളം മാറ്റമാണ് ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക, എത്രത്തോളം റിലാക്സ് ആക്കുകയാണെന്നുള്ളത് ഫീൽ ചെയ്യുക. അവിടുന്ന് കരിയിലേക്ക് വന്ന് നേരെ നോക്കുമ്പോൾ അവിടെ ഒരു ചുവന്ന പരവതാനി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഒരു കാർപ്പറ്റ്. അതിനടുത്തേക്ക് നടന്നു ചെല്ലുക. അടുത്തേക്ക് നടന്ന് എത്തുമ്പോൾ പിന്നെയും കൂടുതലായിട്ടുള്ളൊരു വിഷമാവസ്ഥയിലേക്ക് കടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാർപ്പറ്റ് കാണുമ്പോൾ തന്നെ അതിലൊന്ന് കടക്കണം എന്നുള്ളൊരു തോന്നൽ വരികയാണ്. ആ കാർപ്പറ്റിൻ്റെ ടെക്സ്ചർ ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു തൂവൽ സ്പർശം പോലെ വളരെ മൃദുവായിട്ടുള്ള ഒരു കാർപ്പറ്റ്. അതിലേക്ക് കടക്കുകയാണ്. അതിൽ കടക്കുമ്പോൾ പിന്നെയും ആഴങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അതിൽ കടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഞാൻ 10 മുതൽ 1 വരെ എണ്ണാൻ പോവുകയാണ്. അങ്ങനെ എണ്ണുമ്പോൾ സൂര്യൻ പിന്നെയും ആഴത്തിൽ കൂടുതൽ അസ്തമിക്കാൻ തുടങ്ങും. അങ്ങനെ ഞാൻ 1 എന്ന് എണ്ണിക്കഴിയുമ്പോഴത്തേക്കും സൂര്യൻ പൂർണ്ണമായിട്ടും അസ്തമിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ മനസ്സും കൂടുതൽ ആഴത്തിൽ ഒരു വിശ്രമാവസ്ഥയിലേക്ക് കടന്നെത്തിയിരിക്കും. 10. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ ആഴത്തിൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോയിങ് ഡീപ്പർ ആൻഡ് മച്ച് ഡീപ്പർ. 9. ആകാശത്തിലെ നിറങ്ങൾ കൂടുതലായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഓറഞ്ച് നിറത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതും കൂടുതലായിട്ട് വിശ്രമിപ്പിക്കുന്നു. 8. ഗോയിങ് ഈവൻ ഫർദർ ഡീപ്പർ. ചുറ്റും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ കളർ കുറേ കൂടെ ഡാർക്കറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ആഴത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നു. 7. പക്ഷികളെല്ലാം അതിൻ്റെ വീടുകളിലേക്ക് പറന്നകലുന്നത് കാണാൻ സാധിക്കും. 6. ഗോയിങ് ഈവൻ ഫർദർ ഡീപ്പർ. 5. യു ആർ ഹാഫ് വേ ഡൗൺ, ഗോ ഡീപ്പർ. 4. പൂർണ്ണമായിട്ടും ഒരു ഓറഞ്ച് നിറത്തിൽ വന്ന് ആകാശം. ആ ഒരു വ്യത്യാസം എത്രത്തോളമാണെന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. 3. സൂര്യൻ അസ്തമിച്ച് തീരാറായിരിക്കുന്നത് അറിയാൻ സാധിക്കുന്നുണ്ട്. ആകാശത്തിനൊരു ചുവന്ന നിറത്തിലേക്ക് എത്തിയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. അത് പിന്നെയും ആഴത്തിൽ വിശ്രമിപ്പിക്കുന്നു. 2. സൂര്യൻ ഏകദേശം അസ്തമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ വെളിച്ചം മാത്രം ബാക്കി നിൽക്കെ ആ വ്യത്യാസം എത്രത്തോളമാണെന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു കൗണ്ടോട് കൂടിയിട്ട് സൂര്യൻ പൂർണ്ണമായിട്ടും അസ്തമിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ താങ്കളും പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കും. 1. ഇപ്പോൾ സൂര്യൻ പൂർണ്ണമായിട്ടും അസ്തമിച്ച് വളരെ ആഴത്തിലുള്ള ഒരു വിശ്രമാവസ്ഥയിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. ചുറ്റുമെല്ലാം ഇരുട്ടായി മാറിയിരിക്കുകയാണിപ്പോൾ. അങ്ങനെ ഇരുട്ടായി മാറുമ്പോഴും താങ്കൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ്. ഫീൽ ദാറ്റ് സേഫ്നെസ്, ഫീൽ ദാറ്റ് കാംത്.
ഉപബോധ മനസ്സിൻ്റെ വളരെ അവെയറായിട്ടുള്ള സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ആഴത്തിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സജഷനാണ് കൊടുക്കാൻ പോകുന്നത്. ഉറക്കം എന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു റെസ്റ്റ് ഫേസാണ്. നമ്മളുടെ ബ്രെയിനിൻ്റെ എനർജി റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ്. അത് നാച്ചുറലായിട്ട് നമ്മളിലേക്ക് വരുന്നതാണ്, കാണാൻ സാധിക്കുന്നുണ്ട്. തനിയെ വരാനായിട്ട്, ഓട്ടോമാറ്റിക്കലി വരാനായിട്ട് ആ ഒരു കഴിവ് മനസ്സിനിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നതായിട്ടും കൊണ്ടുവരിക. വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ടും എത്ര മണിക്കൂറാണെന്നുണ്ടെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങി എണീക്കുമ്പോൾ വളരെ ഡീപ്ലി റെസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എണീറ്റ് വരാനും പറ്റുന്ന ഒരവസ്ഥയിൽ ആയി മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഉപബോധ മനസ്സിന് മനസ്സിലായിട്ടുണ്ട്. ആ ഫേസിലേക്ക് തിരിച്ചു വരികയാണ് ഉള്ളത് കാണുക. അത് മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണുക. ഉറങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ശരീരം റിലാക്സ് ആയിട്ട് ആ ഒരു ബ്രെയിൻ വേവ് പയ്യെ ഒരു ആൽഫ സ്റ്റേറ്റിലേക്കും തീറ്റ ഫേസിലേക്കും പയ്യെ ഡെൽറ്റ ഫേസിലേക്കും കടന്നു വരുന്നത്, വളരെ എളുപ്പത്തിൽ കടന്നു വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ആഴങ്ങളിൽ കടന്നു വന്ന് വളരെ എളുപ്പം കടന്നു വന്ന് ഇനി മുന്നോട്ടേക്കുള്ള ഓരോ ദിവസങ്ങളിലും ഒരു ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് വളരെ എളുപ്പം സാധിക്കുകയാണ്. അങ്ങനെ എളുപ്പത്തിൽ ഉറങ്ങാൻ സാധിക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ മാറ്റങ്ങളും അറിയാൻ സാധിക്കുന്നു. കാരണം ഉറക്കം എന്നത് നമ്മളുടെ വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു നീഡാണ്. അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോൾ ചിന്തകൾ എത്രത്തോളമാണ് മാറുന്നത്, എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ടാണ് വരുന്നത്, അത് കാരണം ജീവിതത്തിലെ ഓരോരോ പോയിന്റുകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഉറക്കം കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. കാരണം ആ കിട്ടിയ ഉറക്കം വളരെ ഡീപ്പാണ്, ടോട്ടലി റെസ്റ്റഡ് ആണ്. ആ ഒരവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ഫീൽ ചെയ്യുക. ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് കട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ ഉറക്കം തനിയെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുക. അത് ഫീൽ ചെയ്യുക. ആ ഒരു സെൻസേഷൻ എന്താണെന്നുള്ളത് ഫീൽ ചെയ്യുക. അതുകൊണ്ടുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓരോ സജഷൻസും ഇതേപോലെ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണുക. ഈ പറഞ്ഞ സജഷൻസ് എല്ലാം ഈ ഓഡിയോ ഓരോ തവണ കേൾക്കുമ്പോഴും പിന്നെയും വളരെ ആഴങ്ങളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ തവണ ഈ ഓഡിയോ കേൾക്കുമ്പോഴും പിന്നെയും പിന്നെയും ആഴങ്ങളിൽ ഇത് പതിയുന്നു. പിന്നെയും എളുപ്പത്തിൽ ഉറക്കം വരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്.
ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നതിന് ഉപബോധ മനസ്സിനോട് നന്ദി പറയുക. താങ്ക് യു സബ്കോൺഷ്യസ് മൈൻഡ് ഫോർ ഓൾ ദീസ് ചേഞ്ചസ്. ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നതിന് നന്ദി. ഐ എം ഗോയിങ് ടു ടേക്ക് യു ടു ഫുൾ അവയർനെസ് റൈറ്റ് നൗ. ഒരു അവെയറായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. 1. Coming back to your full awareness at this point. 2. Being awake. 3. Hearing the sounds and movements around you, feeling it. 4. You can move your fingers and toes. And 5. You can open your eyes and come back to your full awareness. You can continue to sleep from here on. ഈ ഓഡിയോ കേൾക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ഈ ഓഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് യു ക്യാൻ കണ്ടിന്യൂ ടു സ്ലീപ്പ്. യു ഡോണ്ട് ഹാവ് ടു ഓപ്പൺ യുവർ ഐസ്. ഫീൽ ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു യു. ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് കടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ കേട്ടിട്ടുള്ള സജഷൻസ് എല്ലാം ഉപബോധ മനസ്സിൽ കടന്ന് പ്രോസസ്സായി പിന്നെയും ആഴങ്ങളിലുള്ള ഒരു മാറ്റം വന്നെത്തുന്നതായിരിക്കും. ഫീൽ ഇറ്റ് ആൻഡ് കണ്ടിന്യൂ ഫോർ.